നമ്മൾ കൊഞ്ച് റോസ്റ്റ് എങ്ങനെയാണ് വെക്കാൻ പോകുന്നതെന്ന് നോക്കുന്നത്. ആദ്യം നമ്മൾ ഫ്രഷ് കൊഞ്ച് കുറച്ചെടുക്കുക, അതിനെ ഫ്രഷായിട്ട് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഈ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായി എടുക്കുന്നത് 2 സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാമാണ്. അതെല്ലാം കൂടെ പേസ്റ്റായിട്ടൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം നമ്മൾ കടു വറുക്കുക. എണ്ണ ആദ്യം വീത്തിയതിന് ശേഷം കടു ഇടുക. എന്നിട്ട് നമ്മൾ വറ്റൽമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് വറ്റൽമുളക് ചൂടായി വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് നന്നായി കിണ്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴറ്റി കളറായതിന് ശേഷം ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ചെറിയ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൽ നമ്മൾ ഒറ്റ തുള്ളി പോലും വെള്ളം വീത്താതെയാണ് നമ്മൾ റോസ്റ്റാക്കി എടുക്കുന്നത്. അതിനുശേഷം കൊഞ്ചിനെയും കൂടെ ഇട്ട് നന്നായിട്ട് കിണ്ടി മറിച്ച് എല്ലാം ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ തുറക്കുമ്പോഴുള്ള ഒരു ഇതാണ് വ്യൂസാണ് നമ്മളിപ്പോൾ കാണുന്നത്. നന്നായിട്ട് വെള്ളം അതിൽ നിന്ന് ഊറിയിട്ടുണ്ട്. വെള്ളം ഊറി നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും വീതിയിട്ടില്ല. ഈ കൊഞ്ചിൽ നിന്ന് ഒരുപാട് വെള്ളം ഊറി വരുന്നതാണ്. ഇതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ പെരിഞ്ചീരകവും ഗരം മസാല ഇതുപോലെ ഇടുന്നുണ്ട്. ആവശ്യത്തിന് കുരുമുളകും എരിക്കനുസരിച്ച് കുരുമുളക് ഇടാം. നന്നായിട്ട് പിന്നെ വഴറ്റി കൊടുക്കുക. വഴറ്റി നന്നായിട്ട് അരപ്പെല്ലാം എല്ലായിടവും പിടിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ടതിന് ശേഷം നമ്മളെ കൊഞ്ച് റോസ്റ്റ്